ISM സംസ്ഥാന സമിതി സാമൂഹ്യ ബോധനം എന്ന നിലയിൽ ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നിരന്തരമായ ചർച്ചകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണ എന്നെ ശ്രവിക്കുന്നവർക്കുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ, ആ ആശയങ്ങൾ കേരളീയ സമൂഹത്തിലും അതിൻ്റെ അടിത്തറകളിലും അതിൻ്റെ അടിസ്ഥാന യൂണിറ്റായ കുടുംബങ്ങളിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇത് എന്താണ് എന്ന് തിരിച്ചറിയൽ അനിവാര്യമാണ്. പുതിയ ആശയങ്ങളും പുതിയ പദപ്രയോഗങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ പുരോഗമനപരമാണ്, വിപ്ലവമാണ് എന്നൊക്കെ തോന്നി, എന്നാൽ അത് ഏറ്റെടുത്താൽ എന്താ എന്നൊരു ചിന്ത സ്വാഭാവികമായി മനുഷ്യന്മാർക്കുണ്ടാവുന്നതാണ്. എന്നാൽ ഏതെങ്കിലും നിലക്ക് അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണോ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള കാര്യം നമ്മൾ സവിസ്തരം ആലോചിക്കേണ്ടതുണ്ട്. സൂറത്ത് ഹൂദിലെ 78-ാമത്തെ വചനമുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ അടുക്കൽ മലക്കുകൾ വന്ന സന്ദർഭത്തിൽ അവരെ ലൈംഗിക താല്പര്യത്തോടുകൂടി ലൂത്ത് അലൈഹിസ്സലാമിയുടെ സമുദായത്തിലുള്ള ചില ആളുകൾ സമീപിച്ചപ്പോൾ ആ സന്ദർഭം വിവരിക്കുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഫത്തഖുല്ലാഹ് ഫലാ തഖ്സൂനി ഫീ ളൈഫി അലൈസ മിൻകും റജുലുൻ റഷീദ്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. നൂഹ് അലൈഹിസ്സലാം പറയുകയാണ്, എൻ്റെ അതിഥികളെ നിങ്ങൾ അപമാനിക്കരുത്, നിങ്ങളിൽ വിവേകമുള്ള ഒരു മനുഷ്യനും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അലൈസ മിൻകും റജുലുൻ റഷീദ് എന്നുള്ളതാണ്. ഒരേ ലിംഗത്തിൽപ്പെട്ടവർ, സ്വവർഗത്തിൽപ്പെട്ടവർ ലൈംഗിക സുഖം കണ്ടെത്തുന്ന സവിശേഷത ഈ പുതിയ കാലത്തുണ്ടായതല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപേ പഴക്കമുള്ള ഒരു ദുശീലമായി തന്നെ, ഒരു തിന്മയായി തന്നെ, ഒരു മ്ലേച്ഛതയായി തന്നെ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ചോദിക്കുന്ന ചോദ്യം നിങ്ങളിൽ വിവേകമുള്ള ഒരുത്തനുമില്ലേ എന്നുള്ളതാണ്. ആ ചോദ്യത്തിലെ റുഷ്ദ് എന്ന വാക്കിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളിൽ വിശ്വാസിയായ ഒരുത്തനുമില്ലേ, നിങ്ങളിൽ മതം അനുഷ്ഠിക്കുന്നവൻ, മതം ആചരിക്കുന്നവൻ, മുസ്ലിമായ ഒരുത്തനുമില്ലേ എന്നൊന്നുമല്ല ചോദിച്ചത്, നിങ്ങളിൽ വിവേകമുള്ള ഒരുത്തനുമില്ലേ എന്നുള്ള. ഈ വിവേകം എന്ന് പറയുന്നത് വിശ്വാസികൾക്കോ അവിശ്വാസികൾക്കോ, മതമുള്ളവനോ ഇല്ലാത്തവനോ അങ്ങനെ വ്യത്യാസമുള്ളൊന്നല്ല, എല്ലാ മനുഷ്യർക്കും നൽകപ്പെട്ടിട്ടുള്ള ഒന്നാണ്. സാമാന്യ ബുദ്ധി നൽകപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇത്തരത്തിലുള്ള സാമാന്യ ബുദ്ധിയുള്ളവർ പോലും നിങ്ങളിൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് സാമാന്യ ബുദ്ധിക്കെതിരാണ്, സവിശേഷമായി മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള വിവേകത്തിന് എതിരാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്നുള്ള താക്കീതാണ്. അതായത് ഇസ്ലാം സ്വവർഗഭോഗത്തെ നിഷിദ്ധമാക്കിയത് അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാക്കിയത് മാത്രമല്ല, നമുക്ക് ഇസ്ലാമിലെ നിയമങ്ങൾ എടുത്തു നോക്കിയാൽ പലതിനും രണ്ട് കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. മദ്യം ഹറാമാക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് മദ്യം ഹറാമാക്കിയതിന് നമുക്കതിൻ്റെ ഇസ്ലാമിക് റീസൺ പറയാം. അത് അള്ളാഹു ഹറാമാക്കിയതാണ്, പ്രവാചകന്മാരിലൂടെ അത് നിഷിദ്ധമാക്കിയതാണ്. രണ്ടാമതൊരു കാരണമുണ്ട്, അത് ലഹരി പിടിപ്പിക്കുന്നതാണ് മനുഷ്യനെ. ആ കാരണത്തെ നമ്മൾ സിവിക് റീസൺ എന്നാണ് പറയാം. ഇസ്ലാമിലെ എല്ലാ നിയമങ്ങൾക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ സ്വവർഗഭോഗത്തിന്റെ, ഒരേ ലിംഗത്തിൽപ്പെട്ടവർ ലൈംഗിക ആസ്വാദനം നടത്തുന്നതിന്റെ കാര്യത്തിൽ സിവിക് റീസണും ഇസ്ലാമിക് റീസണും ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും അംഗീകരിക്കാവുന്ന, എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന കാരണങ്ങൾ തന്നെ ഇതിനെ നിഷിദ്ധമാക്കുവാനുണ്ട്. ഇസ്ലാമികമായ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നിഷിദ്ധമാക്കപ്പെട്ടതല്ല, മറിച്ച് മനുഷ്യരാശിക്ക് തന്നെ അപകടകരമായ, അവരുടെ ഭാവിയെ തന്നെ ഉന്മൂലനം ചെയ്തു കളയുന്ന
ഒരു സാഹചര്യം ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യ ബുദ്ധിക്കെതിരാണ്, മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്കെതിരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിഷിദ്ധമാക്കപ്പെട്ടതാണ്. ഇങ്ങനെ ഈ സ്വവർഗഭോഗത്തിന്റെ അത് നിഷിദ്ധമാക്കുന്നതിന്റെ, അതിനെ തടയുന്നതിന്റെ സിവിക് റീസണുകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒട്ടേറെ കാരണങ്ങൾ, നൂറുകണക്കിന് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ശാസ്ത്രലോകത്തും സാമൂഹ്യ ശാസ്ത്രത്തിലുമൊക്കെ അതിനെക്കുറിച്ചുള്ള ഒട്ടേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പാന്റ് ഇടുന്നതോ വസ്ത്രം മാറുന്നതോ മാത്രമായി ബന്ധപ്പെട്ട ഒരു നിസ്സാരമായ സംഗതിയല്ല. അത് ജെൻഡർ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്, ജെൻഡർ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയമാണ്. അതിലൊരു രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, രാഷ്ട്രീയമായ വീക്ഷണങ്ങളും രാഷ്ട്രീയമായ അഭിപ്രായങ്ങളും ആ വിഷയത്തിലുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പാർട്ടിയോ കക്ഷി രാഷ്ട്രീയമോ അല്ല അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. സാമൂഹിക സിദ്ധാന്തങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്റെ ജീവശാസ്ത്രവുമായും ശരീരശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒന്നല്ല ജെൻഡർ പൊളിറ്റിക്സ്. മനുഷ്യന്റെ ബയോളജി അല്ലെങ്കിൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ശരീരശാസ്ത്രം ഇതിനെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ ഒന്നല്ല ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. മറിച്ച് അത് സാമൂഹിക സിദ്ധാന്തത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. ഇത് അടിസ്ഥാനപരമായി ബാധിക്കുന്നത് കുടുംബം എന്ന് പറയുന്ന ഒരു സാമൂഹിക സ്ഥാപനത്തെയുമാണ്. അതുകൊണ്ടാണ് ജെൻഡർ ന്യൂട്രൽ ആശയങ്ങളും കുടുംബ സംവിധാനവും എന്ന് പ്രത്യേകമായി തന്നെ ആ വിഷയം ചർച്ച ചെയ്യുവാൻ ISM തയ്യാറായിട്ടുള്ളത്. ജെൻഡർ പൊളിറ്റിക്സ് കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളായി പാശ്ചാത്യ ലോകത്തും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഒട്ടേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. എങ്ങനെ ജെൻഡർ പൊളിറ്റിക്സ് സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കണം എന്നതിനെ കുറിച്ച് നിരവധി ചർച്ചകളും പഠനങ്ങളും നടന്നിട്ടുണ്ട്. ആമുഖമായി അത് സൂചിപ്പിക്കുന്നത് അതിനുശേഷം ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചയും എങ്ങനെയാണ് കടന്നു വന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഇതിലെ പൊള്ളത്തരങ്ങളും ഇതിന്റെ പിന്നിലെ ഒളിയ അജണ്ടകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1989 ഹൗ അമേരിക്ക വിൽ കോങ്കർ ഇറ്റ്സ് ഫിയർ ആൻഡ് ഹേട്രഡ് ഓഫ് ഗേ എന്ന് പറയുന്ന ഒരു പുസ്തകം അമേരിക്ക എങ്ങനെയാണ് അതിൻ്റെ പൗരന്മാരിൽ നിന്ന്, ആ സമൂഹത്തിൽ നിന്ന് സ്വവർഗഭോഗത്തോടുള്ള വെറുപ്പും ഭയവും ഇല്ലാതാക്കിയത് എന്ന് വിശദീകരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. മാർഷൽ കിർക്കിന്റെയും ഹണ്ടർ മെയ്ഡനും ഒരുമിച്ച് തയ്യാറാക്കിയ ആ പുസ്തകം ജെൻഡർ പൊളിറ്റിക്സിന്റെ മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കുന്ന, എങ്ങനെ ഈ ആശയം സമൂഹത്തിൽ സന്നിവേശിപ്പിക്കാം എന്നതിനെ കുറിച്ച് തന്ത്രങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ്. 6 വഴികളാണ് അതിന് അവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ ആശയം സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാൻ, സമൂഹത്തിന്റെ ഉള്ളിലേക്ക് അതിനിറക്കുവാൻ, അതിനെ അനുകൂലിക്കുന്ന ആളുകളെ ഉണ്ടാക്കിയെടുക്കുവാൻ 6 തന്ത്രങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഈ 6 തന്ത്രങ്ങളും ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള തന്ത്രങ്ങളിലൂടെ തന്നെയാണ് പുരോഗമനപരമെന്നും വിപ്ലവമെന്നും ഓമനപ്പേരിട്ടുകൊണ്ടുള്ള ആശയങ്ങൾ കടന്നു വരുന്നത്. അതിൽ ഒന്നാമത്തെ തന്ത്രം സ്വവർഗഭോഗത്തെക്കുറിച്ച് കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം അനുകൂലമായി സംസാരിക്കുക. അത്തരത്തിൽ സംസാരിക്കുന്ന ഒരു വലിയ തലമുറയെ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ അതിൻ്റെ ആളുകൾക്ക് സാധിച്ചു. ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ ലൈംഗിക താല്പര്യം പ്രകാരം ഏത് ഇണയോടും ഏത് ജീവിയോടും ആണിനോടും പെണ്ണിനോടും മനുഷ്യന്മാരല്ലാത്തവരോടും ഒക്കെ ലൈംഗികാസ്വാദനം നടത്തുന്നതിൽ തെറ്റില്ല എന്നുള്ള നിരന്തരമായ പ്രചരണം. നമ്മളിപ്പോ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയം എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. എന്താണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ധരിച്ചാൽ പ്രശ്നം? അങ്ങനെ പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് ആർക്കും എതിർപ്പില്ലല്ലോ, രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടതല്ലേ, സ്കൂളുകളിൽ നടപ്പിലാക്കിയിട്ട് ആർക്കും എതിർപ്പില്ലല്ലോ എന്ന് തുടങ്ങി നിരന്തരമായി അതിനനുകൂലിക്കുന്ന പ്രചരണങ്ങൾ. ഇത് ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ്. ഒരു പുതിയ ആശയം ഒരു സുപ്രഭാതത്തിൽ ഒരു സമൂഹത്തിലും ഒരു നാട്ടിലും കൊണ്ടുവരാൻ സാധിക്കില്ല.
അതിന് നിരന്തരമായ പ്രചരണങ്ങൾ വേണം. പല മാധ്യമങ്ങളിലൂടെ, പല മീഡിയങ്ങളിലൂടെ, സിനിമകളിലൂടെയും പത്രങ്ങളിലൂടെയും പരസ്യങ്ങളിലൂടെയും ഒക്കെ വിവിധ കമ്പനികൾ ഈ ജെൻഡർ പൊളിറ്റിക്സിന്റെ പരസ്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവർക്കതിന്റെ കോർപ്പറേറ്റ് താല്പര്യങ്ങളുണ്ട്. ഇങ്ങനെ പല താല്പര്യങ്ങളുടെ പുറത്ത് നടക്കുന്ന നിരന്തരമായ പ്രചരണങ്ങൾ അതൊരു ഭാഗത്തുണ്ടായിരിക്കണം. ഒന്നാമത്തെ തന്ത്രം അതാണ്. രണ്ടാമത്തത്, സ്വന്തം ഇഷ്ടപ്രകാരം ലൈംഗികത തീരുമാനിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെട്ടവരാണ്, അങ്ങനെ ചിത്രീകരിക്കുക. സ്വർഗഭോഗികളായ ആളുകൾ പീഡിതരായാണ് ജീവിക്കുന്നത് എന്ന് സമർത്ഥിക്കുക. സ്വർഗഭോഗികളായ ആളുകളോട് വിവേചനം നേരിട്ടിരിക്കാം, അല്ലെങ്കിൽ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും കാരണങ്ങൾ ചെയ്യാതെ സ്വർഗഭോഗികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിരന്തരമായി പ്രചരണം നടത്തുക. സ്വാഭാവികമായും ഭരണകൂടത്തിന്റെയും അധികാരികളുടെയും കോടതികളുടെയും ഒക്കെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു പൗരൻ, ഒരു രാജ്യത്തൊരു പൗരൻ നിരന്തരം പീഡനം അനുഭവിക്കുന്നുവെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താനുള്ള ബാധ്യത ആധുനിക ജനാധിപത്യ രാജ്യങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഭരണകർത്താക്കൾ അതിന്റെ പാതയിൽ പിന്നാലെ പോകും. ഇതവർക്കറിയാം. അതുകൊണ്ട് സ്വർഗഭോഗികൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അവതരിപ്പിക്കുക. ഇനി ജെൻഡർ ന്യൂട്രാലിറ്റിന്റെ വിഷയം എടുത്ത് നോക്കൂ. സ്ത്രീകൾ ഇന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്ന വേഷം അവർക്ക് പീഡനമാണ്. അതവർക്ക് ആശ്വാസം നൽകുന്നതല്ല. അവരുടെ അടിച്ചമർത്തലിന്റെ പ്രതീകമായാണ് ആ വേഷം ധരിക്കുന്നത് എന്ന് നിരന്തരമായി പ്രചരണം നടത്തുക. പർദ്ദയെക്കുറിച്ചുള്ള ചർച്ചകൾ നമുക്കറിയാം. സ്ത്രീകളുടെ തലമറക്കുന്നതിനെ കുറിച്ചുള്ള, മുസ്ലിം സ്ത്രീകൾ തലമറക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നമുക്കറിയാം. തലമറക്കുന്നവർ, സ്ത്രീകൾ തലമറക്കുന്നതിലൂടെ അവരുടെ ബുദ്ധിയെ വരെ മറപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നും തുടങ്ങിയിട്ടുള്ള പ്രചരണങ്ങൾ. ഇങ്ങനെ ശിരോവസ്ത്രത്തിനെയും തലമറക്കുന്നതിനെയും ഹിജാബിനെയും എല്ലാം പീഡനത്തിന്റെ അടയാളങ്ങളായി ചിത്രീകരിക്കുക. ഇത് ഒരു കാലഘട്ടത്തിലൂടെ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതും എത്തിച്ചേരുന്നത് അങ്ങനെയെങ്കിൽ ഈ വേഷത്തിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കുക എന്നുള്ളത് അവരെ പീഡനത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വഴിയാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്വർഗഭോഗികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് അവരെ പിന്തുണക്കണം എന്നുള്ള പ്രചരണത്തിന്റെ അതേ പാറ്റേണിൽ, അതേ മാതൃകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രചരണമാണ്. ആ പുസ്തകത്തിൽ പറയുന്ന മൂന്നാമത്തെ ഒരു തന്ത്രമുണ്ട്. ഇത്തരമൊരു പുതിയ ആശയം സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നീതി നടപ്പിൽ വരുത്തുന്നു എന്ന വ്യാജേനയായിരിക്കണം അത് കൊണ്ടുവരേണ്ടത്. കേവലം ഒരു പുതിയ ആശയമാണെന്നോ വിപ്ലവമാണെന്നോ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നാൽ അതിനെ സ്വീകരിക്കാൻ ആളെ കിട്ടില്ല. അതുകൊണ്ട് ഇത് നീതിയാണ്, നീതിപൂർവ്വം നീതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ജെൻഡർ പൊളിറ്റിക്സ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കണം. നമുക്കിപ്പോൾ അറിയാം, ഈ ജെൻഡർ യൂണിഫോമിന്റെ വിഷയത്തിൽ എന്ത് പേരിലാണ് അത് പറഞ്ഞിട്ടുള്ളത്? വസ്ത്രം മാറുന്നത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് കംഫേർട്ടിനെ കുറിച്ചാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള പദം ഉപയോഗിക്കുമ്പോഴും അപ്പുറത്ത് പറയുന്നത് അത് അവർക്ക് കംഫർട്ട് നൽകുന്നു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം അതല്ല. നേരത്തെ പറഞ്ഞതുപോലെ സ്വവർഗരതിക്ക് പിന്തുണ കൊടുക്കണം എന്ന് പറയുന്നത് അവർക്ക് നീതി ലഭ്യമാക്കണം എന്നുള്ള വ്യാജേന അവർ ധരിപ്പിക്കുന്നത് പോലെ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് കംഫർട്ടായ വസ്ത്രം ധരിക്കാനുള്ള അവസരം ലഭിക്കണം, അത് മാത്രമേ പൊതുസമൂഹത്തിനോട് പറയുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അതിന് സ്വീകാര്യത നേടിയെടുക്കുന്നത്. മറ്റൊന്ന്, ഇതിനെ എതിർക്കുന്ന ആളുകളെ നീചരായി ചിത്രീകരിക്കുക എന്നുള്ളതാണ്. ജെൻഡർ പൊളിറ്റിക്സിനെ എതിർക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായ കാര്യമാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അന്താരാഷ്ട്ര ലോബിയിങ്ങും പാശ്ചാത്യ മാധ്യമങ്ങളുമൊക്കെ നിരന്തരമായ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വിഷയമാണ്. അത് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അത് എതിർക്കുന്ന ആളുകളെ ആദ്യം പറയുന്നത് അവർ ഹോമോഫോബിക് ആണെന്നാണ്, അവര് മനുഷ്യരെ പേടിക്കുന്നവരാണെന്നാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോമിനെ എതിർക്കുന്നവരെ പറഞ്ഞത് അവർ 6-ാം നൂറ്റാണ്ടിലുള്ളവരാണെന്നാണ്. ഇങ്ങനെ എതിർക്കുന്ന ആളുകളെ നീചരായി, ഈ കാലഘട്ടത്തിനും ഈ സമൂഹത്തിനും പറ്റാത്തവരായി ചിത്രീകരിക്കുക, അതാണ് മറ്റൊരു തന്ത്രം. അവസാനമായി മാർഷൽ കിർക്ക് പറയുന്നത് ഇതൊക്കെ നടപ്പിലാക്കാൻ ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കണം, അതിനുള്ള പണവും അതിനുള്ള വഴികളും കണ്ടെത്തണമെന്നാണ്. അതിനാണ് കോർപ്പറേറ്റുകളുടെയും ബഹുരാഷ്ട്ര കമ്പനികളുടെയും ഒക്കെ പിന്തുണ
ഈ വിഷയത്തിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ സുഖകരമായ ഒരു അന്തരീക്ഷത്തിൽ സുതാര്യമായി നടത്തിക്കൊണ്ടുപോകുന്ന കേവലമായൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ല. അതിന് കൃത്യമായ അജണ്ടകളും താല്പര്യങ്ങളുമുണ്ട്. അത് സ്വവർഗാനുരാഗത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നുമല്ല. അപ്പോൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ജെൻഡർ പൊളിറ്റിക്സിലേക്ക് എങ്ങനെ കണ്ണിച്ചേർക്കുന്നു എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ, ജെൻഡർ പൊളിറ്റിക്സ് എന്ന വിഭാവനയുടെ ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അതിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഘടകമായി വർത്തിക്കാൻ കെൽപ്പുള്ള ഒന്നാണ്. കാരണം വിവിധ ജെൻഡറിലുള്ള ആളുകൾ അവരെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെല്ലാം ഒറ്റ ലിംഗമുള്ളവരായി മാറ്റുകയും അങ്ങനെ ചിത്രീകരിക്കുകയും പിന്നീട് അവർക്ക് അവരുടെ ജെൻഡർ ഐഡന്റിറ്റി, അവരുടെ ലിംഗബോധം നിർണ്ണയിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യുന്ന വഴി അതിലൂടെ നടക്കുന്ന ഒരുപാട് ചൂഷണ തന്ത്രങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചാണ് ജെൻഡർ സ്പെക്ട്രം എന്ന വാക്ക്. ചൂഷണങ്ങൾ എന്ന് മാത്രമല്ല, സാമൂഹിക തിന്മകൾ, മ്ലേച്ഛത്തരങ്ങൾ, അതാണ് ജെൻഡർ സ്പെക്ട്രം എന്ന വാക്കിലൂടെ പലപ്പോഴും നടക്കുന്നത്. ഈ ജെൻഡർ സ്പെക്ട്രത്തെ കുറിച്ച് പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട കരട് രേഖയിൽ പറയുന്നത്. അപ്പോൾ ജെൻഡർ ന്യൂട്രൽ ആശയങ്ങളും അത് കഴിഞ്ഞ് പാഠ്യപദ്ധതിയിൽ പറയുന്ന ജെൻഡർ സ്പെക്ട്രം കൃത്യമായി തന്നെ ആ വാക്ക് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ഈ ജെൻഡർ സ്പെക്ട്രം എന്ന് പറയുന്നത്? ജെൻഡർ രാഷ്ട്രീയത്തിന്റെ മഴവിൽ എന്ന് പറയുന്നത്, അത് മനസ്സിലാക്കണമെങ്കിൽ അടിസ്ഥാനപരമായി 3 വാക്കുകളെ നമ്മൾ തിരിച്ചറിയണം. ഒന്ന് സെക്സ്, മറ്റൊന്ന് ജെൻഡർ, മറ്റൊന്ന് സെക്ഷുവാലിറ്റി. ഈ 3 വാക്കുകളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ തുടർന്നങ്ങോട്ട് അതിൻ്റെ രാഷ്ട്രീയമെന്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുള്ളൂ. നമ്മളൊക്കെ പഠിച്ചതും അറിഞ്ഞതുമൊക്കെ, നമ്മൾ ജനിച്ചു വളർന്നത് ആണായും പെണ്ണായുമാണ്. അതാണ് നമ്മുടെ ശാരീരികമായ പ്രത്യേകതകൾ. അതിനെയാണ് സെക്സ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ജെൻഡർ പൊളിറ്റിക്സിന്റെ ആശയങ്ങളാണ്. ഇനി ഒരാൾക്ക് ആണായി ആണിന്റെ ശരീരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് പെണ്ണ് ആണെന്ന് തോന്നലുണ്ടാവുകയോ അല്ലെങ്കിൽ പെൺ ശരീരം കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ആണാണെന്ന് തോന്നലുണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ അതായി പരിഗണിക്കണം. അതാണ് ജെൻഡർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിംഗത്വം എന്ന് അതിന് വേണമെങ്കിൽ മലയാളത്തിൽ പരിഭാഷ നൽകാം. അതായത് ഒരാൾ ആണായിട്ട് ജനിച്ചതാണെങ്കിലും അയാൾക്ക് പെണ്ണായിട്ടാണ് തോന്നുന്നതെങ്കിൽ അയാളെ പെണ്ണായി പരിഗണിക്കണം എന്നുള്ളതാണ്. ജെൻഡർ കഴിഞ്ഞാൽ അടുത്തത് സെക്ഷുവാലിറ്റിയാണ്. ഇനി ഇങ്ങനെ പെണ്ണായി തോന്നുന്ന ആൾക്ക് അയാളുടെ ലൈംഗിക അഭിനിവേശം, ആ ഒരാളുടെ ലൈംഗിക അഭിനിവേശം ഏതാണെന്ന് നിശ്ചയിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് സെക്ഷുവാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് 3 വ്യത്യസ്തമായിരിക്കും. ഇത് 3 ഒന്നുപോലെ ആയിരിക്കാം, വ്യത്യസ്തമായിരിക്കാം, പല വിധത്തിലുള്ളതായിരിക്കാം. ഇങ്ങനെ നിരവധി തോന്നലുകളുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. LGBTQ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതാണ്. ഇതിലൊരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ, LGB എന്ന് പറയുന്ന കാറ്റഗറി അഥവാ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ എന്ന് പറയുന്ന കാറ്റഗറി തീർത്തും മാനസികമായ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം, ലിംഗപരമായ വിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം തൻ്റെ ലൈംഗികത തീരുമാനിക്കുന്ന സവിശേഷക്കാരാണ്. എന്നാൽ ചില ഹോർമോൺ ചേഞ്ചുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുണ്ട്. അത് ചില ശക്തമായ മനസ്സിന്റെ തോന്നലുകളാണ്. അവരും ശാരീരികമായോ ജീവശാസ്ത്രപരമായോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ തന്നെയായിരിക്കും. ഒന്നെങ്കിൽ ആണായിരിക്കും, അല്ലെങ്കിൽ പെണ്ണായിരിക്കും. ആ ആളുകളുടെ അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വർഗ ഭോഗത്തെയും സ്വർഗരതിയെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് LGBT എന്ന് ഒരുമിച്ച് ചേർത്ത് പറയുന്നത്. ഇതിൽ LGBയെ വേറെ തന്നെയും TA വേറെ തന്നെയും നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ജനന സമയത്ത്
കണ്ണില്ലാതെ ജനിക്കുന്ന, കാതില്ലാതെ ജനിക്കുന്ന, വൈകല്യത്തോടെ ജനിക്കുന്ന പോലെ ലൈംഗിക അവയവങ്ങളില്ലാതെ ജനിക്കുന്നവരുണ്ടാകാം. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഇന്റർസെക്സ് എന്ന് വിളിക്കുന്നത് അവരെയാണ്. അപ്പൊ ഇങ്ങനെ ശാസ്ത്രീയമായ അടിത്തറ ഒരു ഭാഗത്തുണ്ട്. അതിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അതിന്റെ മുന്നിൽ വിളിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനുണ്ടാകുന്ന തോന്നലുകളെ കൂടി ഇതിലേക്ക് ചേർത്ത് കെട്ടിക്കൊണ്ടാണ് ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് പോകുന്നത്. ഈ തോന്നലുകൾ, ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു പുരുഷനാണ്, ഒരാണാണെന്ന് മനസ്സിലാകും. എനിക്ക് ഞാൻ പെണ്ണാണ് എന്ന് തോന്നുന്നു. എൻ്റെ ലൈംഗിക അഭിനിവേശം ഒരു ആണിനോടാണെന്ന് ഞാൻ പറയുന്നു. നേരെ തിരിച്ചു പോകാം. ഒരു പെണ്ണ് ആണാണെന്ന് തോന്നുന്നു, ആണിനോട് തന്നെ ലൈംഗിക അഭിനിവേശം തോന്നുന്നു. ഇങ്ങനെ പല തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക കാഴ്ചപ്പാടുകൾ അനുവദിക്കണം എന്നാണ് ജെൻഡർ പൊളിറ്റിക്സിന്റെ ആളുകൾ പറയുന്നത്. അത് ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും മാത്രമുള്ള ലൈംഗിക ആസ്വാദനത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല. നിരവധിയായ ലൈംഗിക അഭിനിവേശങ്ങൾ, സെക്ഷൽ ഓറിയന്റേഷനുകൾ ഈ ജെൻഡർ സ്പെക്ട്രത്തിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. കേവലം ചില ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കാം. അതിൽ വരുന്ന, ജെൻഡർ സ്പെക്ട്രത്തിൽ വരുന്ന ഒരു ലൈംഗിക അഭിനിവേശമാണ്, സെക്ഷൽ ഓറിയന്റേഷനാണ് എക്സിബിഷനിസം എന്ന് പറയുന്നത്. ലൈംഗിക അവയവങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ആസ്വാദനം കണ്ടെത്താൻ താല്പര്യപ്പെടുന്ന ആളുകൾ, അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണമെന്നാണ് ഈ രാഷ്ട്രീയക്കാർ പറയുന്നത്. മറ്റൊന്ന് ഫെറ്റിഷിസം. ഏതെങ്കിലും ഒരാളുടെ ചിത്രത്തോടോ അല്ലെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രത്തോടോ അതല്ലെങ്കിൽ അവരുടെ വസ്ത്രത്തോടോ ഒക്കെ താല്പര്യം തോന്നുകയും ആ താല്പര്യത്തിൽ ആസ്വാദനം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. മറ്റൊന്ന് ഫ്രറ്റ്യൂറിസം. ലൈംഗിക അവയവങ്ങൾ മറ്റുള്ളവരിൽ ഉരസിക്കൊണ്ട് ആസ്വാദനം കണ്ടെത്തുന്ന ആളുകൾ. കുട്ടികളിൽ ലൈംഗിക സുഖം കണ്ടെത്തണമെന്ന് വാദിക്കുന്ന പീഡോഫീലിയക്കാർ അതൊരു വേറെ ഭാഗത്തുണ്ട്. സെക്ഷൽ സാഡിസം ഉണ്ട്, സെക്ഷൽ മസോക്കിസം ഉണ്ട്. പങ്കാളിയെ പീഡിപ്പിച്ചുകൊണ്ട് ആസ്വാദനം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, സെക്ഷൽ സാഡിസം അതാണ്. മസോക്കിസം സ്വന്തം പീഡിപ്പിച്ചുകൊണ്ട്, സ്വയം പീഡ വരുത്തിക്കൊണ്ട് തന്നെ ആസ്വാദനം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ. ട്രാൻസ്വെസ്റ്റിസം ഉണ്ട്, എതിർലിംഗത്തിൽപ്പെട്ട ആളുകളുടെ വസ്ത്രം ധരിച്ച് അതിൽ ആസ്വാദനം കണ്ടെത്തുന്ന ആളുകൾ. നെക്രോഫീലിയയുണ്ട്, ശവങ്ങളോട് താല്പര്യം തോന്നുന്ന, ശവരതിയെ സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന ആളുകൾ. ബെസ്റ്റാലിറ്റി ഉണ്ട്, മൃഗങ്ങളോട് ലൈംഗിക ബന്ധം അനുവദിക്കണമെന്ന് വാദിക്കുന്ന ആളുകൾ. ഈ ജെൻഡർ സ്പെക്ട്രം എന്ന് പറയുന്നത് കേവലം ഒന്നോ രണ്ടോ തോന്നലുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. മനുഷ്യന്റെ മനസ്സിന്റെ തോന്നലുകൾക്കനുസരിച്ച്, ഹവൻ നഫ്സ് അനുസരിച്ച്, ഒരുപാട് ഇച്ഛകൾക്കനുസരിച്ച് ഒരുപാട് ഓറിയന്റേഷനുകളും അഭിനിവേശങ്ങളും ഉണ്ട് എന്ന് സമർത്ഥിക്കുകയും അതിനെല്ലാം അനുവദിക്കണമെന്ന് വാദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും, കേരളത്തിൽ എന്നിട്ട് ജെൻഡർ ന്യൂട്രാലിറ്റി, യൂണിഫോമിന് വേണ്ടി വാദിക്കുന്നവരൊന്നും ഇതിനു വേണ്ടി പറയുന്നില്ലല്ലോ എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ച തന്ത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണത്. ഇതെല്ലാം പറയാവുന്ന സമയം എത്തുന്നേ ഉള്ളൂ. ഈ ജെൻഡർ പൊളിറ്റിക്സ് നടപ്പിലാക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്ത നാടുകളിൽ ഇതിനെക്കുറിച്ച് നടക്കുന്ന ചർച്ച നമ്മൾ പരിശോധിച്ചാൽ മതി. പാശ്ചാത്യ രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ അവിടുത്തെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന തിസീസുകൾ, പ്രബന്ധങ്ങൾ ഇത്തരത്തിലുള്ള സെക്ഷൽ ഓറിയന്റേഷനുകളെ കുറിച്ചാണ്. ഇതിന് സാധുത ലഭിക്കുന്ന, ഇതിനെ അംഗീകരിക്കണമെന്നും എതിർക്കണമെന്നും വാദിക്കുന്നവരുടെയൊക്കെ പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് യൂണിഫോമിലോ വസ്ത്രം മാറുന്നതിലോ പാന്റ് ഇടുന്നതിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. വിശാലമായ അജണ്ടകളും ആശയങ്ങളും ഇതിന്റെ പിറകിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇവിടെ ചോദ്യം, ഒരാൾക്ക് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ ലിംഗത്വമുണ്ട്. ആണായാൽ ആണെന്നും പെണ്ണായാൽ പെണ്ണെന്നും നമ്മൾ പറയുന്ന ലിംഗബോധമുണ്ട്. ഇതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതല്ല അയാളുടെ മനസ്സിന്റെ തോന്നലുകൾക്കനുസരിച്ച് ലിംഗബോധത്തിന് പ്രാധാന്യം കൊടുക്കണോ? ആ ലിംഗബോധം സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണോ നൽകേണ്ടത്? ഇങ്ങനെ ഒരാളുടെ തോന്നലിനനുസരിച്ചാണ് അയാളുടെ
ലൈംഗിക സ്വത്വം, ജെൻഡർ ഐഡന്റിറ്റി തീരുമാനിക്കേണ്ടത് എങ്കിൽ മനസ്സിന്റെ തോന്നലുകൾ അവസാനിക്കുകയില്ല. കള്ളു കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ആൽക്കഹോളിക്കായിട്ട് പോയിട്ടുള്ള ആളുകൾ, മോഷണം ശീലമാക്കിയ ആളുകളുണ്ട്, പുകവലി ശീലമുള്ള ആളുകളുണ്ട്. ഇതൊക്കെ ജീവശാസ്ത്രപരമായി ജനിതകമായി അവർക്ക് ലഭിച്ചതാണെന്ന് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? നമ്മൾ അതിനെല്ലാം ദുശ്ശീലങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ദുശ്ശീലങ്ങളുള്ള, മനസ്സിന്റെ ഇച്ഛകൾക്കനുസരിച്ച് തോന്നുന്നത് ചെയ്യുന്ന ആളുകളുടെ ശീലങ്ങൾ, ആ ശീലങ്ങളുടെ പുറത്ത് അവർക്ക് അവരുടെ സ്വത്വം, ലൈംഗിക സ്വത്വം അനുവദിച്ചു കൊടുക്കണമെന്ന് വാദിക്കുമ്പോൾ അത് ജീവശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായുമുള്ള വെല്ലുവിളിയാണ് നേരിടുന്നത്. നമുക്ക് നോക്കാം, കൗമാരപ്രായക്കാരായ ആളുകൾക്ക് അവരുടെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ചില കൗമാരത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ എൻ്റെ മൂക്ക് ഇവിടെ വന്നത് ശരിയായില്ല, എൻ്റെ കണ്ണ് അല്ലെങ്കിൽ എൻ്റെ കാത്, മുഖത്തിൻ്റെ ആകൃതി, ഇതൊന്നും ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് എന്ന തോന്നലുകൾ ഉണ്ടാവാം. സൈക്കോളജിയിൽ അങ്ങനെയുണ്ട്. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്നാണ് അതിന് സൈക്കോളജിയുടെ ഭാഷയിൽ പറയുന്നത്. ഇങ്ങനെ മുഖത്തിന്റെ പ്രകൃതിയും കണ്ണിന്റെ രൂപവും കാതിന്റെ രൂപവും ഒക്കെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സിന്റെ തോന്നലുകൾ ഉണ്ടാകുന്ന ആളുകളുണ്ട്. അവരെ അതിനനുസരിച്ച് ചെത്തിമിനുക്കിയാൽ അവരുടെ തോന്നലുകൾ അവസാനിക്കുമോ? അങ്ങനെ അവസാനിക്കില്ല. അവർക്ക് വേണ്ടത് ആ ഡിസോർഡറിനുള്ള ചികിത്സയാണ്. അവരുടെ തോന്നലുകൾ മാറ്റുവാനുള്ള ചികിത്സയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതിന് മാത്രമേ അതിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ. അതല്ലാതെ ആ തോന്നലുകൾക്കനുസരിച്ച് ജീവശാസ്ത്രപരമായ ചെത്തിമിനുക്കുവാൻ നിന്നാൽ അത് അവിടെ കൊണ്ട് അവസാനിക്കുകയില്ല. ഇത് ജെൻഡറിന്റെ കാര്യത്തിൽ മാത്രമല്ല, ട്രാൻസ് റേഷ്യലിസം എന്ന് പറയുന്ന ഒന്നുണ്ട്. കറുത്ത വർഗ്ഗക്കാരനായ ഒരാൾക്ക് വെളുത്ത വർഗ്ഗക്കാരനാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വെളുത്ത വർഗ്ഗക്കാരനായ ഒരാൾക്ക് കറുത്ത വർഗ്ഗക്കാരനാവണമെന്ന് തോന്നുന്നു. ആ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ശരീരത്തിന്റെ നിറം മാറ്റാൻ ആഗ്രഹിക്കുന്നു. യൂറോപ്പിലെ പ്രശസ്തയായ മോഡൽ മാർട്ടിന ബിഗ് ഇങ്ങനെ കറുത്ത വർഗ്ഗക്കാരിയായി മാറിയ ഒരു വെളുത്ത വർഗ്ഗക്കാരിയാണ്. ട്രാൻസ് റാഷ്യലിസം എന്നാണ് പറയാ. വളരെ ശരീരത്തിന്റെ ചർമ്മത്തിന്റെ നിറം മാറ്റുന്ന ടാനിങ് ഇഞ്ചക്ഷനുകൾ ഉപയോഗിച്ച്, ഹോർമോണുകൾ കുത്തിവെച്ച് ഇങ്ങനെ മാറ്റം ചെയ്യുന്ന ആളുകൾ പിന്നീട് ഖേദിക്കുകയും അവർ ഇതിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ തോന്നലുകൾക്കനുസരിച്ച് ശരീരശാസ്ത്രത്തിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല. അങ്ങനെ മാറ്റം വരുത്തുന്നത് പരിഹാരമല്ല എന്ന് തന്നെയാണ് ബുദ്ധിയുള്ള എല്ലാവരും പറയുന്നത്. ഇനി ഈ ജെൻഡർ കൺഫോമിറ്റിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ജെൻഡർ ഏതാണെന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ കുറച്ച് വളർന്ന് വലുതായി, ഒരേ വസ്ത്രം ധരിച്ച് ഒരേപോലെ വളർന്ന്, ലിംഗവ്യത്യാസങ്ങളില്ലാതെ വളർന്ന്, ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ ഉള്ള സാഹചര്യങ്ങളെല്ലാം നിഷേധിച്ച്, അതിൻ്റെ സാമൂഹികമായ വാതിലുകളെല്ലാം കൊട്ടിയടച്ച് വളർന്നു വരുമ്പോൾ ഒരു ഘട്ടത്തിൽ ജെൻഡർ കൺഫോമിറ്റി ഉണ്ടാകും. ഞാൻ ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് തീരുമാനിക്കണം. ഇങ്ങനെ തീരുമാനിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന അവസ്ഥയിൽ കൗമാരക്കാരായ ആളുകളിൽ ഉണ്ടാകുന്ന മാനസികമായ അസ്വസ്ഥത ജെൻഡർ ഡിസ്ഫോറിയ എന്നാണ് പറയാറുള്ളത്. ലിംഗ അസ്വസ്ഥ്യം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ സാധിക്കും. താൻ ഏത് ജെൻഡറിൽപ്പെട്ടതാണ്, തൻ്റെ ലൈംഗിക സ്വത്വം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആശയക്കുഴപ്പത്തിലേക്ക് പോകുന്ന ആളുകൾ. നമുക്കിതെല്ലാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ടാകാം. ചില ചാനൽ ചർച്ചകളിലൊക്കെ നമ്മളത് കേട്ടതാണ്. ഇങ്ങനെയൊക്കെ കേരളത്തിൽ സംഭവിക്കുമോ, ഇതൊക്കെയാണോ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നാൽ ഉണ്ടാകാൻ പോകുക എന്നുള്ളത്? ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയുവാനുള്ള സാമൂഹികപരമായ എല്ലാ ഘടകങ്ങളും കൊട്ടിയടച്ചാൽ സ്വാഭാവികമായി ഉണ്ടായിത്തീരുന്ന ഒരു പ്രക്രിയയാണ് ജെൻഡർ ഡിസ്ഫോറിയ. ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത് ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ ഒന്നാമത്തെ ഘട്ടമായാണ് പരിചയപ്പെടുത്തുന്നത്. ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്ന മെഡിക്കോ കോർപ്പറേറ്റുകളുടെ ലക്ഷങ്ങളുടെ ബിസിനസ് ഒരു ഭാഗത്തുണ്ട്. അതിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ ഘട്ടമാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ ഒന്നാമത്തെ ഘട്ടമാണ് ഈ ജെൻഡർ ഡിസ്ഫോറിയ. കാരണം ഇതുള്ള ആളുകളെയാണ് ഇതിലേക്ക് മാറ്റുക. ഇങ്ങനെ ഉള്ള ലൈംഗികമായി ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിലായി പോകുന്ന ആളുകൾ, അവരെ ആദ്യം ചെയ്യുന്നത് സാമൂഹിക ലിംഗമാറ്റത്തിന് വിധേയമാക്കുക എന്നുള്ളതാണ്. ആണിന്റെ ശരീരം കൊണ്ട് ജീവിക്കുന്ന, ആണായി ജീവിക്കുന്ന ഒരാളെ അവന്റെ തോന്നലിനനുസരിച്ച് അവൻ പെണ്ണാണെന്ന് അവൻ തീരുമാനിക്കുന്നു.
ജെൻഡർ ഡിസ്ഫോറിയയുടെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട്, ആശയക്കുഴപ്പത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് ആണാണ് അല്ലെങ്കിൽ പെണ്ണാണെന്ന് അവൻ തീരുമാനിക്കുന്നു. ആ ഘട്ടത്തിൽ ആണിന്റെ ശരീരവുമായി ജീവിക്കുന്ന, പെണ്ണാണെന്ന് തീരുമാനിച്ചിട്ടുള്ള, തോന്നലുകൾക്കനുസരിച്ച് തീരുമാനിച്ചിട്ടുള്ള ഒരാളെ സാമൂഹിക ലിംഗമാറ്റത്തിനാണ് ആദ്യം പ്രേരിപ്പിക്കുന്നത്. പെണ്ണിന്റെ വസ്ത്രം ധരിക്കാൻ, പെണ്ണിനെ പോലെ നടക്കുവാൻ, അവരുടെ മേക്കപ്പുകൾ ഉപയോഗിക്കുവാൻ, അവരുടെ കോസ്മെറ്റിക്കുകൾ ഉപയോഗിക്കുവാൻ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നു. ആദ്യം നടക്കുന്ന ലിംഗമാറ്റം അവിടെയാണ്. ഇത് കഴിഞ്ഞ് ഇതിന്റെ അടുത്ത ഘട്ടമാണ് സ്വാഭാവികമായും കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇവരില് പുരുഷന്റെയോ ആണിന്റെയോ ഒക്കെ സെക്കൻഡറി സെക്ഷൽ ഹോർമോണുകൾ ഉണ്ടാകും. ഈസ്ട്രജൻ എന്നും ടെസ്റ്റിസ്ട്രോൺ എന്നും നമ്മൾ പറയുന്ന സ്ത്രീ ഹോർമോണുകളായ ഈസ്ട്രജൻ, പുരുഷ ഹോർമോണുകളായ ടെസ്റ്റിസ്ട്രോൺ, ഇതൊക്കെ അവരുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. സ്വാഭാവികമായും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ആണിലും പെണ്ണിലുണ്ടാകും. ലൈംഗിക അവയവങ്ങളുടെയും മാനസികമായും ശാരീരികമായും അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ ആണിലും പെണ്ണിലുമുള്ള വ്യത്യസ്തതകൾ, ആ വൈജാത്യങ്ങൾ പ്രകടമായി തുടങ്ങും. അപ്പൊ ഇങ്ങനെ പ്രകടമായി തുടങ്ങുമ്പോൾ അതിനെ തടയണം. അതിനാണ് യൗവനാരംഭം തടയുന്ന മരുന്നുകളുണ്ട്. പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന യൗവനാരംഭം തടയുന്ന മരുന്നുകൾ, GnRH മരുന്നുകൾ എന്നാണ് ഈ പറയുന്നത്. അത്തരത്തിലുള്ള ഹോർമോൺ മരുന്നുകൾ നൽകിക്കൊണ്ട് അവരുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെ തടയണം. അത് അടുത്ത ഘട്ടമാണ്. ഇങ്ങനെ തടഞ്ഞെങ്കിൽ മാത്രമേ ഇവർക്ക് അവരുടെ തോന്നലുകൾക്കനുസരിച്ചുള്ള ഒരു ലൈംഗിക സ്വത്വത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. ഇങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നൽകുന്നത് ക്രോസ് സെക്സ് ഹോർമോൺ ട്രീറ്റ്മെന്റ് ആണ്. ഭിന്ന ലൈംഗികതയുടെ അവരേതാണോ, ഏത് ലിംഗവിഭാഗത്തിലേക്കാണോ പോവാൻ ആഗ്രഹിക്കുന്നത്, ആ ലിംഗവിഭാഗത്തിലുള്ള സെക്കൻഡറി സെക്ഷൽ ഹോർമോണുകൾ വളരുവാൻ, അതുണ്ടായിത്തീരുവാൻ വേണ്ടിയുള്ള ഹോർമോൺ ട്രീറ്റ്മെന്റുകളാണ് പിന്നീട് നൽകുന്നത്. ഇത് കുത്തിവെച്ചുകൊണ്ടോ കൃത്രിമമായി ഉണ്ടാക്കിയത് കൊണ്ടോ സ്വാഭാവികമായി ഉണ്ടാവില്ല. വില കൂടിയ മരുന്നുകളും സങ്കീർണമായ സർജറികളുമൊക്കെ ചെയ്ത് അവരിലെ ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ച് അവരാലോചിക്കുന്നത്. ആണിന്റെ ലൈംഗികാവയവങ്ങളൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് പെണ്ണായും, പെണ്ണിന്റെ ലൈംഗികാവയവങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ട് ആണായും മാറ്റിയെടുക്കുന്ന ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ, ഇത് ഒരു വലിയ ബിസിനസ്സാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇതിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ വളരെ കുറവാണ്. അതിന്റെ കാരണം പലതാണ്. ഒന്ന്, ഇതിന് വിജയകരമായ ശാസ്ത്രീയമായ പിന്തുണ ഇത് നടത്തുന്നവർക്ക് പോലും അവകാശപ്പെടാൻ സാധിക്കില്ല. വില കൂടിയ മരുന്നുകളും ഒട്ടേറെ ചികിത്സകളും നിരന്തരം പിന്നീട് നൽകേണ്ടി വരുന്നതിനാൽ ഒരുവിധം ആളുകളൊന്നും അതിന്റെ ഭാഗത്തേക്ക് പോകാതെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ പോകുന്ന ആളുകളോ പിന്നീട് ഒരു ഘട്ടത്തിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയും തന്റെ പഴയ ലൈംഗിക സ്വത്വത്തിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുകയും അതിലേക്ക് മടങ്ങി വരാൻ സാധിക്കാതെ നിരാശരായി വിഷാദ രോഗത്തിൽ അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ വരെയുണ്ട്. നമ്മൾ സമീപകാലത്ത് കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള ആത്മഹത്യകൾ വായിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സുദീർഘമായ പ്രോസസ്സിന്റെ ഭാഗമായിക്കൊണ്ട് എത്തിച്ചേരുന്ന അതിസങ്കീർണമായ അവസ്ഥയുണ്ട്. സാമൂഹിക സുരക്ഷിതത്വത്തിനും സമൂഹത്തിന്റെ നിലനിൽപ്പിനും തന്നെ ഭീഷണിയാകുന്ന രൂപത്തിൽ. അപ്പൊ ഈ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യം, ഇതെല്ലാം അതിശയോക്തിപരമായി തോന്നുന്ന കാര്യങ്ങളാണല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അത് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയും ജെൻഡർ പൊളിറ്റിക്സും ഒക്കെ പ്രയോഗതലത്തിൽ വന്നിട്ടുള്ള രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ മതി. അമേരിക്കയിൽ 2007 ജെൻഡർ ഐഡന്റിറ്റി ക്ലിനിക്ക്, ജെൻഡർ ആശയക്കുഴപ്പമുണ്ടായി, ഇത് നീ ഇന്ന വിഭാഗത്തിൽപ്പെടുന്ന ജെൻഡർ ഐഡന്റിറ്റി ഉള്ള ആളാണ് എന്ന് തീരുമാനമാക്കി കൊടുക്കുന്ന, തീർച്ചപ്പെടുത്തി കൊടുക്കുന്ന ജെൻഡർ ഐഡന്റിറ്റി ക്ലിനിക്ക് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ 2007. 2022 ആകുമ്പോഴേക്ക് 50-ലധികം ക്ലിനിക്കുകളാണ് അമേരിക്കയിൽ മാത്രമുള്ളത്. അമേരിക്കയിലെ 8 സംസ്ഥാനങ്ങൾ, യാഥാസ്ഥിതിക ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള 8 സംസ്ഥാനങ്ങളിൽ ഈ പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന മരുന്നുകൾ നിരോധിക്കുകയും ചെയ്തു. അപ്പൊ ഇത് ഈ രാഷ്ട്രീയത്തിന്റെ പ്രയോഗവൽക്കരണം എത്തിച്ചേരുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമുക്ക് ഇന്ന് പ്രസന്റ് അവൈലബിൾ ആണ്, സമകാലികമായി ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്.
പക്ഷെ നമ്മുടെ നാട്ടിലല്ലാത്തത് കൊണ്ട് നമ്മളത് ഗൗനിക്കുന്നില്ല എന്നേ ഉള്ളൂ. 2007 ഒരു ജെൻഡർ ഐഡന്റിറ്റി ക്ലിനിക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ അത് 50 ഐഡന്റിറ്റി ക്ലിനിക്കിലേക്ക് പോകുന്നതിന്റെ കാരണം അത്രയധികം ആശയക്കുഴപ്പത്തിലുള്ള കൗമാരപ്രായത്തിലുള്ള ആളുകൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ജെൻഡർ പൊളിറ്റിക്സ് എത്തിച്ചേരുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുടെ ഫലം എന്ന് നമുക്ക് പ്രത്യക്ഷമായി തന്നെ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പഠനങ്ങളും സംഭവ വികാസങ്ങളും ഫാക്റ്റുകളും നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ തന്നെയാണ് ഇതൊന്നും പരിഗണിക്കുകയോ ഗൗനിക്കുകയോ പോലും ചെയ്യാതെ ഇത്തരത്തിലൊരാശയം പ്രയോഗവൽക്കരിക്കുവാനും അത് വിപ്ലവമാണ്, പുരോഗമനപരമാണ് എന്ന് സമർത്ഥിക്കുവാനും ചിലരെങ്കിലും തയ്യാറാവുന്നത്. സമീപകാലത്ത് നമ്മൾ മറ്റൊരു വാർത്ത വായിക്കുകയുണ്ടായി. ആ രാജ്യം ഞാൻ ഓർക്കുന്നില്ല. ജയിൽ കുറ്റവാളിയായിരുന്ന ഒരു പുരുഷൻ, ട്രാൻസ് വുമൺ എന്നാണ് അതിന് പറയാം, പുരുഷൻ എന്ന് പറയാൻ പറ്റില്ല എന്നാ, സ്ത്രീയാണെന്ന് തോന്നലിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ ജയിലിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത്. അവിടെ എത്തി സ്ത്രീകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിനെ തുടർന്ന് പുരുഷന്മാരുടെ സെല്ലിലേക്ക് മാറ്റി. ഒരു രണ്ടാഴ്ച 3 ആഴ്ച മുമ്പ് വന്ന വാർത്തയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. 2010-നും 2018-നും ഇടയിൽ ഇത്തരത്തിലുള്ള 120ഓളം സംഭവങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അഥവാ സ്ത്രീകൾ മാത്രമുള്ള കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു പുരുഷ ശരീരം സ്ത്രീയാണെന്ന് തോന്നലിന്റെ അടിസ്ഥാനത്തിൽ അവരെ സ്ത്രീകളുടെ കൂട്ടത്തിലേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇതുണ്ടാക്കുന്ന സാമൂഹിക അപകടം എത്രയാണ്? സ്ത്രീകൾക്ക് മാത്രമായുള്ള ഇടങ്ങൾ, ടോയ്ലറ്റുകൾ, അവരുടെ വിശ്രമ കേന്ദ്രങ്ങൾ, ഇത് ട്രാൻസ് വുമണിന് അഥവാ ഇത്തരത്തിൽ സ്ത്രീയാണെന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അനുവദിച്ചു കൊടുക്കുന്നതിൽ അപകടങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാരി പോട്ടർ എന്ന് പറയുന്ന പ്രശസ്തമായ സീരീസ് നിങ്ങൾക്കറിയാം. അതിന്റെ ഗ്രന്ഥകർത്താവ് ജെ.കെ. റൗളിംഗ് ഒരു ലേഖനം എഴുതുകയുണ്ടായി. ഇങ്ങനെ സ്ത്രീകൾക്ക് മാത്രമുള്ള സ്വകാര്യ ഇടങ്ങൾ ട്രാൻസ് വുമണ് അനുവദിച്ചു കൊടുക്കുന്നത് അവരുടെ സെക്യൂരിറ്റിയെ, അവരുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഒട്ടേറെ വിമർശനങ്ങളും പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളുമാണ് അതിന്റെ പേരിൽ അവർക്ക് നേരിടേണ്ടി വന്നത്. ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പൊ ജയിലിലുണ്ടായ സംഗതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീകളുടെ വിശ്രമ കേന്ദ്രത്തിലേക്ക് ട്രാൻസ് വുമൺ കടന്നു വന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കുമ്പോൾ വ്യാജ അപരലിംഗർ ഫേക്കായ ആളുകൾ ഇങ്ങനെ വന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ ഇതുണ്ടാക്കുന്ന സാമൂഹിക ഭീഷണിയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഉറയുന്ന മറുപടി അത് എല്ലായിടത്തും നടക്കുന്നതല്ലേ. കള്ളനാണയങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. പുരുഷന്മാരുടെ കൂട്ടത്തിലുണ്ട്, സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ട്, ഏത് ജനവിഭാഗത്തിനെയും കൂട്ടത്തിലുണ്ട്. അതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുമുള്ള കള്ളനാണയങ്ങളാണ് ഇത് എന്നുള്ള മറുപടിയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഒരു ജനവിഭാഗത്തിലെയും കള്ളനാണയങ്ങൾക്ക് നിയമപരമായി ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനോ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുവാനോ ഉള്ള അവസരം നൽകപ്പെടാറില്ല. സ്ത്രീയാണെന്ന് തോന്നലിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ മാത്രമുള്ള ഇടത്തേക്ക് അനുവദിച്ചുകൊണ്ട്, പുരുഷനാണെന്ന് തോന്നലിന്റെ അടിസ്ഥാനത്തിൽ പുരുഷന്മാർ മാത്രമുള്ള ഇടത്തേക്ക് പോയിക്കൊണ്ട്, നിയമപരമായി പ്രവേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സാമൂഹിക ഭീഷണി ഉണ്ടാക്കുവാനുള്ള അവസരം മറ്റൊരു ജനവിഭാഗത്തിനുമില്ല. അപ്പൊ ഇത് ഗുരുതരമായ സാമൂഹിക ഭീഷണി, അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മറ്റൊന്ന്, ജെൻഡർ ന്യൂട്രലായ ആശയങ്ങൾ. ഈ ആശയങ്ങൾ രൂപപ്പെട്ടു വരികയും അത് മുന്നോട്ട് പോവുകയും ചെയ്താൽ എന്തായിരിക്കും സ്ത്രീകളുടെ അവസ്ഥ എന്നുള്ളത് കൃത്യമായി സാമൂഹിക ശാസ്ത്രജ്ഞർ പഠിച്ചിട്ടുണ്ട്. കാരണം ഈ ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ എന്ന് പറയുന്നതും ഫലപ്രാപ്തി ഉണ്ടാക്കുന്നത് പുരുഷന്മാരെ സഹായിക്കാനാണ്. സ്ത്രീകളെ സഹായിക്കാനാണെന്ന് പറയുമെങ്കിലും പുരുഷന്മാരെ സഹായിക്കാനാണ് ഉണ്ടാവുന്നത്. കാരണം ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാതിരുന്നാൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സ്ത്രീകൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രൊവിഷൻ ഉണ്ട്. അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 15 പറയുന്ന പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, സ്ത്രീകൾ, കുട്ടികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ഇവർക്ക് വേണ്ടി പ്രത്യേകമായ നിയമങ്ങളും സംവരണവും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കണമെന്ന് പറയുന്ന മൗലികാവകാശം ആർട്ടിക്കിൾ 15 3-ാം വിഭാഗം. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് ഭരണഘടന അതിന് പറയുന്നത്. അഥവാ ക്രിയാത്മകമായ വിവേചനം ചെയ്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ദുർബലരായ വിഭാഗങ്ങൾക്ക്
പ്രത്യേകമായ സംരക്ഷണം നൽകണമെന്നാണ് ഇന്ത്യൻ ഭരണഘടന ആവശ്യപ്പെടുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലായാൽ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയപ്പെടുന്ന സവിശേഷതയില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ സ്ത്രീകൾക്ക് മാത്രമായുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിക്കുക? ആർട്ടിക്കിൾ 51A, അതും അതിനെക്കുറിച്ച് സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച്, അവരുടെ ഡിഗ്നിറ്റിയെ സംബന്ധിക്കുന്ന ഒരുപാട് ആർട്ടിക്കിളുകൾ, ഒരുപാട് സുപ്രീം കോടതി വിധികൾ, ഭരണഘടനാ നിയമങ്ങളും സംസ്ഥാന നിയമങ്ങളും എല്ലാം ഉണ്ട് ആ വിഷയത്തിൽ. അപ്പൊ ഈ നിയമ സംവിധാനങ്ങളും ഭരണഘടനയുടെ ഈ അനുച്ഛേദങ്ങളും എല്ലാം എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുക ജെൻഡർ ന്യൂട്രലായ ഒരു സമൂഹത്തിൽ? സ്വാഭാവികമായും പ്രായോഗികമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ജെൻഡറിനെ കൃത്യമായി ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട്, കൃത്യമായി വ്യവച്ഛേദിച്ചുകൊണ്ട്, അതിൻ്റെ വൈജാത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ സ്വത്വം അനുവദിച്ചു നൽകുന്നതിലൂടെ, അതിൻ്റെ ഐഡന്റിറ്റി അനുവദിച്ചു നൽകുന്നതിലൂടെ മാത്രം നടപ്പിലാക്കാൻ സാധിക്കുന്ന നിയമങ്ങളാണ്. കാരണം ന്യൂട്രാലിറ്റി കൊണ്ട്, നിരപേക്ഷത കൊണ്ട് നീതി കൊണ്ടുവരാൻ സാധിക്കില്ല. നമ്മൾ സംവരണത്തെക്കുറിച്ചും പ്രത്യേകമായ അവകാശങ്ങൾ നൽകുന്നതിനെ കുറിച്ചുമൊക്കെ പറയുന്നത് അത് സാമൂഹിക നീതിയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം കാണാറുണ്ട്. ഒരു മതിലിനപ്പുറത്തേക്ക് നോക്കാൻ ആഗ്രഹിക്കുന്ന 3 ആളുകൾ, 3 ഉയരത്തിലുള്ള ആളുകൾ. അവർക്ക് 3 പേർക്കും ന്യൂട്രാലിറ്റിയുടെ ഭാഗമായി ഒരേ ഉയരത്തിലുള്ള സ്റ്റൂൾ നൽകിയാൽ അവർക്ക് ആ മതിലിനപ്പുറത്തേക്ക് കാണാൻ സാധിക്കില്ല. അവരുടെ ഉയരത്തിനനുസരിച്ച്, അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള സ്റ്റൂൾ നൽകിക്കൊണ്ട് മാത്രമേ, കാൽ ചവിട്ടാനുള്ള ഇടം നൽകിക്കൊണ്ട് മാത്രമേ അവർക്ക് ആ മതിലിനപ്പുറത്തേക്ക് നോക്കാൻ കഴിയൂ. അഥവാ ഇത് ഓരോ വിഭാഗത്തെയും, ഓരോ ജനവിഭാഗത്തെയും, ഓരോ ലിംഗവിഭാഗത്തെയും അതതായി പരിഗണിച്ചുകൊണ്ട്, അവരുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട്, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അക്കോമഡേറ്റ് ചെയ്താൽ മാത്രമേ സാമൂഹിക നീതി പുലരുകയുള്ളൂ. അതല്ലാതെ ഇതിനെയെല്ലാം ന്യൂട്രലാക്കി വൈവിധ്യങ്ങളെ ഇല്ലാതാക്കിയാൽ നീതി ഉണ്ടാകും, വിവേചനം ഇല്ലാതാകും എന്നുള്ളത് ഒരു ഉട്ടോപ്യ മാത്രമാണ്. ഒരു ഫെമിനിസ്റ്റ് ഉട്ടോപ്യ എന്നും പറയാൻ പറ്റില്ല. കാരണം ഫെമിനിസം എന്ന് പറയുന്നതും സ്ത്രീകളുടെ പ്രത്യേകമായി, അവരുടെ തന്നെ പ്രത്യേകമായ ആവശ്യങ്ങളുടെ മുൻനിർത്തിക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. അതിന് ഒരുപാട് ധാരകളുണ്ട്. എന്തായിരുന്നാലും ഒരു ജെൻഡർ ഉട്ടോപ്യ എന്ന് നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു നടപ്പിലാക്കാൻ സാധിക്കാത്ത, പ്രായോഗികമല്ലാത്തൊരാശയമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ വിഭാഗത്തിനും അതിൻ്റെ ഐഡന്റിറ്റി പരിഗണിച്ചുകൊണ്ട്, അതിൻ്റെ സ്വത്വവും സംസ്കാരവും പരിഗണിച്ചുകൊണ്ട് നടപ്പിലാക്കുവാൻ, നിയമങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് നടപ്പിലാവേണ്ടത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നീതി ഉണ്ടാവുക. നിങ്ങൾ നോക്കൂ, ജെൻഡറുമായി ബന്ധപ്പെട്ട് നിരവധി പദങ്ങൾ, നിരവധി സാങ്കേതിക ശബ്ദങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, അല്ലെങ്കിൽ അക്കാദമിക തലങ്ങളിലുണ്ട്. ജെൻഡർ ജസ്റ്റിസ് നമ്മൾ കേൾക്കാറുണ്ട്, ലിംഗനീതി. ആരും ലിംഗനീതിക്കെതിരല്ല. ഓരോ ലിംഗവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നീതിപൂർവകമായ ട്രീറ്റ്മെന്റ്, നീതിപൂർവമായ അഭിസംബോധന ഉണ്ടായിരിക്കണമെന്നുള്ള അഭിപ്രായത്തിലാണ്. അഭിപ്രായം മാത്രമല്ല, നിലപാട് തന്നെയാണ് എക്കാലത്തും എല്ലാവരും ഉയർത്തിയിട്ടുള്ളത്. ലിംഗനീതിക്ക് ആരും എതിർക്കാറില്ല. എന്നാൽ ആ ലിംഗനീതിയെക്കുറിച്ച് സംസാരിക്കുകയല്ല ഇന്ന് ഈ പുരോഗമനവാദികൾ എന്ന് പറയുന്ന, പുരോഗമനാശയക്കാർ എന്ന് പറയുന്നവർ ചെയ്യുന്നത്. ജെൻഡർ സെൻസിറ്റൈസേഷൻ ഉണ്ട്, ലിംഗസംവേദനക്ഷമത. ഓരോ ലിംഗത്തിലുള്ള വിഭാഗത്തെയും ഹിംസയില്ലാതെ, വയലൻസ് ഇല്ലാതെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അവരുടെ റോളുകൾ അനുവദിച്ചുകൊണ്ട്, വിവേചനമില്ലാതെ മുന്നോട്ട് പോകണമെന്ന് പറയുന്ന ജെൻഡർ സെൻസിറ്റൈസേഷൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അത് പറയുന്നുണ്ട്. അതിനെയും ആരും എതിർക്കുന്നില്ല. പക്ഷേ അതിനെയൊന്നും വകവെക്കാതെ, അതൊന്നും സമൂഹത്തിന്റെ മുമ്പിലേക്ക് ചർച്ചക്കിട്ട് കൊടുക്കാതെ, ജെൻഡർ ഇക്വിറ്റി ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ജെൻഡറുമായി ബന്ധപ്പെട്ട നിരവധി, അവരുടെ ഭാവി ലോകത്തിനും ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനുമെല്ലാം ഉപകാരപ്പെടുന്ന രൂപത്തിൽ തന്നെയുള്ള സാമൂഹിക ആശയങ്ങൾ നിരവധിയായിട്ടുണ്ട്. അതിനെയൊന്നും തന്നെ ചർച്ചക്കെടുക്കാതെ ജെൻഡർ ന്യൂട്രൽ എന്നൊരാശയത്തിലേക്ക് നേരിട്ട് പോകുമ്പോൾ അത് സ്വാഭാവികമായും സംശയിക്കേണ്ടതാണ്. അത്തരമൊരു ചർച്ച കൊണ്ടുവരുന്നതിൻ്റെ താല്പര്യമെന്ത് എന്നുള്ളത് പ്രത്യേകമായി ചോദിക്കേണ്ടതാണ്. മാത്രമല്ല, വൈവിധ്യങ്ങളുള്ള, വ്യത്യസ്ത മതക്കാരുള്ള, വ്യത്യസ്ത വിഭാഗത്തിലുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു നാട്, ആ നാട് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഒരു ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ സ്കൂളും, ഓരോ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഓരോ രാജ്യമാണ്.
വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ സ്കൂളുകളുടെ ഭരണഘടന എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയും കരിക്കുലം ഫ്രെയിംവർക്കും അതിൻ്റെ പോളിസികളും എഡ്യൂക്കേഷണൽ പോളിസികളൊക്കെയാണ്. ഈ പോളിസികളിലും ഫ്രെയിംവർക്കിലുമൊക്കെ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളുന്ന, എല്ലാ വിഭാഗത്തിനെയും നീതിപൂർവം പരിലാളിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് ആധുനിക ജനാധിപത്യം ചെയ്യേണ്ട കാര്യം. ഇതിനെല്ലാം വൈവിധ്യങ്ങളെ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എല്ലാ വൈവിധ്യങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് ഈ രാജ്യത്ത് നിലവിൽ വന്നിരുന്നതെങ്കിൽ ഈ രാജ്യം മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നോ? ആ വൈവിധ്യങ്ങളെ, കൾച്ചറൽ ഐഡന്റിറ്റിയെ ഭരണഘടനയുടെ മൗലികാവകാശമായി നിലനിർത്തിക്കൊണ്ടാണ്, ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളും കൾച്ചറൽ ഐഡന്റിറ്റിയും ഒക്കെ ഭരണഘടനാപരമായ അടിസ്ഥാന ഘടകമായി നിലനിർത്തിക്കൊണ്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാണ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും സ്കൂളുകൾക്കും ഒക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുക. വൈവിധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതുകൊണ്ട് വിവേചനം ഇല്ലാതാകുമെന്നുള്ളതിന് ഒരു പഠനമോ രേഖയോ ഒന്നും അവർക്ക് കാണിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു പഠനമോ ശാസ്ത്രീയമോ സാമൂഹിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലോ ഉള്ള ഒരു പഠനം, ഒരു രേഖ ഇങ്ങനെ ന്യൂട്രാലിറ്റി കൊണ്ട് വിവേചനം ഇല്ലാതാകുന്നു, നീതി പുലരുന്നു എന്ന് പറയുന്ന ഒരു അടിസ്ഥാനവും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാതെയാണ് ഇത്തരം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുവാനും സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇത് കേവലം പാൻ്റ് ഇടുന്നതിൻ്റെയോ വസ്ത്രം മാറുന്നതിൻ്റെയോ വിഷയമല്ല എന്നും വിശാലമായ അർത്ഥത്തിലുള്ള, വിശാലമായ താല്പര്യങ്ങളുള്ള ജെൻഡർ പൊളിറ്റിക്സ് ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. അതിൽ വ്യക്തത വരുത്തണം. ഇത് ഇത്തരത്തിലുള്ള അരാജകമായ സാമൂഹിക അരാജകത്വത്തിലേക്ക് നയിക്കുന്ന ആശയങ്ങളുടെ ചവിട്ടുപടിയായി, അതിനുള്ള ഉപാധിയായി ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ആശയങ്ങൾ ഉപയോഗിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലൂടെ വരുന്നുണ്ട്. അത് കുടുംബത്തിലുണ്ടാക്കുന്ന, സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സാമൂഹിക ബന്ധങ്ങളിൽ, മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ ഭീഷണിയുടെ ഡെമോക്രസിന്റെ വാളെന്നൊക്കെ പറയുന്ന പോലെ തലയുടെ മുകളിൽ തൂങ്ങി നിൽക്കുന്നൊരവസ്ഥയുണ്ടാകും. ജെൻഡർ ന്യൂട്രൽ ആശയങ്ങളാണ് വേണ്ടത്. ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായുള്ള കാര്യങ്ങളാണ് വേണ്ടത്. കുട്ടികൾക്ക് പേരിടുമ്പോൾ, കുട്ടി ജനിച്ചാൽ ആണോ പെണ്ണോ എന്ന് ചോദിക്കുന്നിടത്ത് കുട്ടികൾക്ക് അവരുടെ റോളുകൾ നിർവഹിക്കാൻ അവർക്ക് ആക്ടിവിറ്റി നൽകുമ്പോൾ ഇങ്ങനെയൊക്കെ ജെൻഡർ ന്യൂട്രാലിറ്റി പാലിക്കണമെന്ന് പറയുന്ന ഒരു നയം വന്നു കഴിഞ്ഞാൽ സങ്കീർണമായ അവസ്ഥയിലേക്കാണ് നയിക്കുക. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുവാനുള്ള അതിൻ്റെ സത്ത അത് ഉൾക്കൊണ്ടുകൊണ്ട് ലിംഗവിഭാഗങ്ങളുടെ വൈവിധ്യത്തെയും ലൈംഗിക സ്വത്വത്തിൻ്റെ വൈവിധ്യത്തെയും അതിൻ്റെ ശാരീരിക ശാസ്ത്രവും ജീവശാസ്ത്രവും അനുസരിച്ചുള്ള തീരുമാനങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കേവലം തോന്നലുകളുടെയോ ആരുടെയെങ്കിലും വിചാരങ്ങളുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ശരീരശാസ്ത്രത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. അത്തരം വിഡ്ഢിത്തങ്ങൾക്ക് കുടപിടിക്കാതിരിക്കാനുള്ള പക്വതയെങ്കിലും ഈ ജനസമൂഹത്തിന്റെ അടുത്ത് നിന്നുണ്ടാവണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ലിംഗനീതിയിൽ അധിഷ്ഠിതമായ നയങ്ങളും സമീപനങ്ങളുമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് എന്ന് ISM പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.